അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് വൈറലായിട്ടുള്ള ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ശരിക്കും ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അതായത് നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഒരു പ്രാവശ്യമെങ്കിലും. ഞാനിങ്ങനെ ഇത് കുറേ വീഡിയോസൊക്കെ കണ്ടിരുന്നു. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെക്കണമെന്ന് കരുതിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം നമ്മൾ മീനൊക്കെ പൊരിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. അതിന് ശേഷം നമ്മൾ ഈ മുളകിൻ്റെ പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ട് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഒന്ന് ഗ്യാസ് ഓണാക്കി ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഈ വെളുത്തുള്ളി ചതച്ചതും പിന്നെ കുറച്ച് ചെറിയുള്ളിയും പച്ചമുളകാണ് ഇടേണ്ടത്. അപ്പോൾ ഞാൻ ചെറിയുള്ളി പകരം വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏതാണുള്ളതെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ അതൊക്കെ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റാൻ വേണ്ടി വെക്കുക. അപ്പോൾ അത് ഒന്ന് നല്ലോണം ഒന്ന് വഴണ്ട് വരുന്ന ഒരു സമയം വരെ നമ്മൾ കുറച്ച് ഒന്ന് വാടണമല്ലോ, അപ്പോൾ അതുവരെ കാത്തിരിക്കുക. അപ്പോൾ കുറച്ച് വാടി വരുന്ന സമയം നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പുളിൻ്റെ വെള്ളമാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ ഞാനിത് സ്റ്റൗ കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഈ പുളി പിഴിഞ്ഞ വെള്ളം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതും കൂടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കുക. അപ്പോൾ ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ഈ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നമ്മളെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണം കേട്ടോ. എന്നോടത് ഇടാൻ മറന്നുപോയി, ഞാനത് ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് മീനാണോ എടുക്കുന്നതെന്ന് വെച്ചാൽ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇതിൽ സാധാരണ നമ്മൾ കറിയിലൊക്കെ ഇടുന്ന പോലെ നമ്മളിങ്ങനെ വെച്ചെടുക്കുക. അപ്പോഴത്തേക്ക് ഞാനിവിടെ മത്തിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാനിതിലേക്ക് ഇങ്ങനെ വെച്ചെടുക്കുകയാണ്. ശേഷം രണ്ട് ഭാഗം ഒന്ന് വേവിച്ചിട്ട് എടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.